ജ്വലിക്കുന്നൊരഗ്നിയാം ദിവ്യകാരുണ്യമേ, എന്തുവ്യശോഭയാലെന്നുള്ളം തെളിയും. ജ്വലിക്കുന്നൊരഗ്നിയാം ദിവ്യകാരുണ്യമേ, എന്തുവ്യശോഭയാലെന്നുള്ളം തെളിയും. ദിവ്യാഗ്നിതൻ ശക്തിയാലെന്റെ ഹൃദയം ശുദ്ധീകരിക്കണേ നാഥ. ദിവ്യാഗ്നിതൻ ശക്തിയാലെന്റെ ഹൃദയം ശുദ്ധീകരിക്കണേ നാഥ. ദിവ്യകാരുണ്യനാഥ, ജ്വലിക്കുന്നൊരഗ്നിയാം ദിവ്യകാരുണ്യമേ, നിൻ ദിവ്യശോഭയാലെന്നുള്ളം തെളിയും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ദിവ്യകാരുണ്യത്തിൽ ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, വാത്സല്യമുള്ള കുഞ്ഞുങ്ങളെ, അന്യരെ വിധിക്കരുത് എന്ന വിഷയമാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കുക. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങൾ. വിധിക്കപ്പെടാതിരിക്കുവാൻ നിങ്ങളും വിധിക്കരുത്. നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ തന്നെ നിങ്ങളും വിധിക്കപ്പെടും. നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ നിങ്ങൾക്കും അളന്നു കിട്ടും. നിന്റെ സഹോദരൻ്റെ കണ്ണിലെ കരട് കാണുകയും നിന്റെ കണ്ണിലെ തടിക്കഷ്ണം ശ്രദ്ധിക്കാതിരിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ട്? അഥവാ നിന്റെ കണ്ണിൽ തടിക്കഷ്ണം ഇരിക്കെ സഹോദരനോട് ഞാൻ നിന്റെ കണ്ണിൽ നിന്നും കരടെടുത്ത് കളയട്ടെ എന്ന് എങ്ങനെ പറയും? കപടനാട്യക്കാരാ, ആദ്യം സ്വന്തം കണ്ണിൽ നിന്ന് തടിക്കഷ്ണം എടുത്തു മാറ്റുക. അപ്പോൾ നിന്റെ സഹോദരൻ്റെ കണ്ണിലെ കരടെടുത്ത് കളയുവാൻ നിനക്ക് കാഴ്ചയുണ്ടാകും. വിശുദ്ധ മത്തായി ശ്ലീഹായിലൂടെ ഈശോ നമ്മെ പഠിപ്പിക്കുന്നു. 7-ാം അധ്യായം 1-ാം തിരുവചനം. വിധിക്കപ്പെടാതിരിക്കുവാൻ നിങ്ങളും വിധിക്കരുത്. നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ തന്നെ നിങ്ങളും വിധിക്കപ്പെടും. അനുദിന ജീവിതത്തിൽ എല്ലാ മനുഷ്യരുടെയും വലിയൊരു കുറവാണ് നാവിനെ നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥ. അത് മാരകമായ പാപത്തിലേക്ക് കൊണ്ടുചെന്നെത്തിക്കുകയും ചെയ്യും. വചനം പറയുന്നു, നാവിനെ നിയന്ത്രിക്കുന്നവൻ പൂർണ്ണനാണ്. ഈശോ തന്നെ എന്തുകൊണ്ട് ഇങ്ങനെയൊരു തിരുവചനം നമുക്ക് തന്നു? അവിടത്തേക്കറിയാം, തൻ്റെ സൃഷ്ടികളായ മനുഷ്യർ അധിക പാപവും ചെയ്യുന്നത് അധരങ്ങൾ വഴിയുള്ള തെറ്റുവഴിയാണ്. വൃഥാവിൽ കുറ്റപ്പെടുത്തും, വൃഥാവിൽ സംസാരിക്കും, ഇല്ലാത്തത് ഉണ്ടാക്കി പറയും, പൊങ്ങച്ചം പറയും, മറ്റുള്ളവരുടെ കുറ്റങ്ങൾ പറയും, മറ്റുള്ളവരെ പരിഹസിക്കും, മറ്റുള്ളവരുടെ മേൽ കുറ്റാരോപണം നടത്തും. അനുദിന ജീവിതത്തിലെ തെറ്റുകൾ വിശകലനം ചെയ്യുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകും, ഒരു ദിവസത്തിൽ ഏറ്റവും കൂടുതൽ തെറ്റ് ചെയ്യുക അധരങ്ങൾ കൊണ്ടാണ്. പ്രത്യേകിച്ച് നമുക്കിഷ്ടമില്ലാത്തവരെ വിധിക്കുന്നത് വഴിയാണ്. അതുകൊണ്ടാണ് ഈശോ പറയുക, നീ വിധിക്കരുത്. നീ വിധിച്ചാൽ നീയും വിധിക്കപ്പെടും. കാരണം നിൻ്റെ വിധി ശരിയല്ല. ഞാനൊരു ഉദാഹരണം കൊണ്ട് സമർത്ഥിക്കാം. ഒരു സ്കൂളിൽ ഒരു പുതിയ അധ്യാപിക അല്ലെങ്കിൽ അധ്യാപകൻ പുതിയതായിട്ട് വന്നു എന്ന് കരുതുക. ആ ക്ലാസ്സിൽ ഒരു 35 കുട്ടികളുണ്ടെന്നും കരുതുക. ഈ 35 കുട്ടികളും വീട്ടിൽ ചെന്ന്
പുതിയതായിട്ട് വന്ന അധ്യാപകനെ അല്ലെങ്കിൽ അധ്യാപികയെക്കുറിച്ച് ഓരോ അഭിപ്രായങ്ങൾ പറയും. ഇത് കേൾക്കുന്ന അമ്മച്ചിമാരും വീട്ടിലുള്ളവരും അത് അതേപടി തന്നെ വിശ്വസിക്കുന്നവരുണ്ടാകാം, അല്ല അങ്ങനെയല്ല എന്ന് തിരുത്തി കൊടുക്കുന്നവരുണ്ടാകാം, അതല്ലെങ്കിൽ നീ വിചാരിക്കുന്നവരല്ല എന്ന് പറയുന്നവരുണ്ടാകാം. പലതരത്തിലാണ്. പക്ഷെ കുഞ്ഞുങ്ങൾക്കൊരു വിധി പ്രസ്താവിക്കുവാൻ എളുപ്പമാണ് ആദ്യത്തെ ദിവസം തന്നെ. എന്നാൽ യഥാർത്ഥത്തിൽ ആ ടീച്ചർ അല്ലെങ്കിൽ ആ അധ്യാപകൻ അങ്ങനെ ആയിരിക്കണമെന്നില്ല. കുറേ നാളുകൾ കഴിയുമ്പോൾ മാത്രമേ ആ അധ്യാപകൻ അല്ലെങ്കിൽ ടീച്ചറിൻ്റെ തനി സ്വഭാവം അല്ലെങ്കിൽ പഠിപ്പിക്കുന്നതിനുള്ള ആ ഉത്തരവാദിത്തത്തിലുള്ള പ്രവൃത്തി നമുക്ക് വിവേചിച്ചറിയാൻ പറ്റുകയുള്ളൂ. ഞാൻ ഓർക്കുന്നു, ചില ഇടവകളിലെ മനുഷ്യരെ ഒരു വൈദികനെ മാറ്റം വന്നാൽ മറ്റൊരു വൈദികൻ വരുന്നതിന് മുമ്പ് തന്നെ ആ വൈദികനെക്കുറിച്ചുള്ള അറിവ് ഏതെങ്കിലും തരത്തിൽ അനേകരിൽ നിന്ന് ഫോൺ വഴിയും അല്ലാതെയും ഏതെങ്കിലും ബന്ധുക്കൾ ഇവിടെ ഉണ്ടെങ്കിൽ അവരിൽ നിന്നുമൊക്കെ ആരായും. ഒരുപക്ഷെ ആ വൈദികന് ആ വ്യക്തികൾ പറയുന്ന അഭിപ്രായമായിരിക്കില്ല സ്വതവേയുള്ള ആത്മാർത്ഥതയുള്ള ജീവിതം, അല്ലെങ്കിൽ ആ വൈദികൻ്റെ തനതായ ശൈലി. ഒരു വ്യക്തിക്ക് മറ്റൊരു വ്യക്തിയുമായിട്ട് സംസാരിക്കുമ്പോൾ ഇടപെടുമ്പോൾ ഏതെങ്കിലും തക്കതായ കാരണമുണ്ടായാലും ഒരുപക്ഷെ പിണക്കം വന്നെന്ന് വരും, അല്ലെങ്കിൽ അകൽച്ച വന്നെന്ന് വരും. സഭയിൽ പുരോഹിതർക്ക് സഭയുടെ നിയമങ്ങൾ അനുസരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരെയും തൃപ്തിപ്പെടുത്താനാവില്ല. അങ്ങനെയുള്ള അവസരങ്ങളിലൊക്കെ ആ വൈദികനെക്കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ ആവശ്യമായിട്ട് സമീപിച്ച് കഴിയുമ്പോൾ നമ്മുടെ ഇംഗിത നിവൃത്തി തന്നില്ല എന്നതിൻ്റെ പേരിൽ ഒരുപക്ഷെ മാനസികമായി അകലും. ആ വ്യക്തി ആ വൈദ്യനെക്കുറിച്ചൊരു അഭിപ്രായം പറഞ്ഞാൽ എപ്പോഴും കേൾക്കുന്നവർ മോശമായിട്ടേ അത് കേൾക്കുകയുള്ളൂ. പിടിവാശിക്കാരൻ, അരിശക്കാരൻ, വഴക്കുണ്ടാക്കുന്നവൻ, അതല്ലെങ്കിൽ ഒന്നും സാധിച്ചു തരുവല്ലാത്തവൻ, നിയമത്തെ മുറുകെ പിടിക്കുന്നവൻ, സ്നേഹമില്ലാത്തവൻ, ഇങ്ങനെ ഓരോരുത്തരും ഓരോരോ അഭിപ്രായങ്ങൾ പറയും. പക്ഷെ സത്യം ആ വൈദ്യനെക്കുറിച്ചുള്ള കാര്യങ്ങൾ കൃത്യതയിൽ അത് ദൈവത്തിൻ്റെ മകനായ ഈശോ മിശിഹായ്ക്കും അവൻ്റെ പരിശുദ്ധാത്മാവിനും മാത്രമേ അറിഞ്ഞുകൂടൂ. നമുക്കറിയാം, വിശുദ്ധരൊക്കെ ഒത്തിരി കുറവുകളിലൂടെ കടന്നുപോയിട്ട് ആ കുറവുകൾ നികത്തുവാൻ പരിശ്രമിച്ച് അതിൽ നിന്ന് മാറിയവരാണ്. കോപം ജീവിതശൈലിയായ ഒരിക്കലും മാറുകയില്ലാത്ത എത്രയോ വിശുദ്ധാത്മാക്കളുണ്ട് നമുക്ക്. എന്നാൽ അവർ ദൈവത്തോട് പ്രാർത്ഥിച്ച് അവരുടെ കോപത്തെ അവർ മാറ്റാനായിട്ട് പരിശ്രമിക്കുമ്പോൾ ഒരുപക്ഷെ എന്നാ സംഭവിച്ചാലും കോപിക്കില്ലാത്ത വ്യക്തികളെക്കാൾ ദൈവത്തിന് പ്രീതി ഈ കോപമെന്ന കുറവ് പരിഹരിക്കാൻ പരിശ്രമിക്കുന്ന വ്യക്തിയായിരിക്കും. നമുക്കൊരു കുടുംബത്തിൽ തന്നെ നമ്മൾ എടുത്തു എല്ലാവരെയും. ഒരപ്പന് തന്നെ 2 മക്കളുണ്ടെങ്കിൽ ഒരാൾക്ക് അപ്പൻ്റെ സ്വഭാവവും ഒരാൾക്ക് മറ്റൊരു സ്വഭാവമായിരിക്കും. അല്ലെങ്കിൽ അമ്മയുടെ ആയിരിക്കും, അല്ലെങ്കിൽ വല്യപ്പൻ്റെ ആയിരിക്കും, അല്ലെങ്കിൽ വല്യമ്മയുടെ ആയിരിക്കും. ചിലർക്ക് ശാന്തപ്രകൃതി, അത് സ്വതവേ ജനിക്കുമ്പോൾ തന്നെയുണ്ട്. ചിലർക്ക് ഒരു അരിശ പ്രകൃതി, അതും ജനിക്കുമ്പോൾ തന്നെയുണ്ട്. പിന്നെ ഇവരെല്ലാം അവരുടേതായ നന്മകളും തിന്മകളും മനസ്സിലാക്കി തിരിച്ചറിവാകുമ്പോൾ അവ മാറ്റി മുൻപോട്ട് പോകുന്നവരാണ്. കുറവുകൾ മാറ്റുവാൻ പരിശ്രമിക്കുന്നവരുമുണ്ട്, പരിശ്രമിക്കാത്തവരുമുണ്ട്. പരിശ്രമിക്കുന്നവർക്ക് സാധിച്ചില്ലെന്നും വരും. ദൈവമാണ് തീരുമാനിക്കുക. പൗലോസ്ലീഹ ഒത്തിരി പ്രാർത്ഥിച്ചില്ലേ? എന്താ പ്രാർത്ഥിച്ചേ? ഈ മുള്ള് ഒന്ന് എടുത്തു മാറ്റണമെന്ന്. അപ്പോൾ പൗലോസ്ലീഹായോട് ഈശോ എന്താ പറഞ്ഞത്? ഇല്ല, മാറ്റില്ല. നിനക്ക് എൻ്റെ കൃപ മതി. ഒരു പക്ഷേ പൗലോസ്ലീഹ ഇത് മാറ്റാത്തതിൻ്റെ കാരണം ഞാൻ കണക്ക് കൂട്ടുക, പൗലോസ്ലീഹ ദൈവത്തിൻ്റെ കരം പിടിക്കണം, ഈശോയ്ക്ക് വേണ്ടി ജീവിക്കണം, അവൻ്റെ കഴിവിൽ ആശ്രയിക്കരുത്. ദൈവശാസ്ത്രന്മാരൊക്കെ മറ്റ് 1-2 വ്യാഖ്യാനങ്ങൾ നൽകുമെങ്കിലും നമ്മളിപ്പോൾ ചിന്തിക്കുക അങ്ങനെയല്ല. അത് കുറവ് മാറാതിരിക്കുന്നതിന് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. കാരണം മനുഷ്യൻ്റെ കുറവുകളെല്ലാം പരിഹരിക്കപ്പെട്ടാൽ പിന്നെ അവന് ദൈവത്തിൻ്റെ ആവശ്യമില്ലല്ലോ, അല്ലെങ്കിൽ ദൈവസഹായം ആവശ്യമില്ലല്ലോ, അവനിൽ ആശ്രയിക്കുമല്ലോ. അതുകൊണ്ട് ഈ പൗലോസ്ലീഹയുടെ കുറവ് മരണം വരെ ഉണ്ടായിരുന്നു. ദൈവത്തിൻ്റെ കൃപയാൽ ഒന്നിനൊന്നിന് പുരോഗമിച്ച് പ്രേക്ഷിത വര്യനായി തീർന്നു പൗലോസ്ലീഹ. ഇതുപോലെ ഏത് വിശുദ്ധാത്മാക്കൾക്കും ഏത് പാപികൾക്കും കുറവുകളുണ്ടാകാം. പക്ഷെ ആ കുറവുകൾ അതിൽ തന്നെ
ഒരു പോരായ്മയല്ല. കുറവുകൾ പരിഹരിക്കുവാൻ ഈ മകൻ അല്ലെങ്കിൽ മകൾ പരിശ്രമിച്ചാൽ, ആ പരിശ്രമത്തോട് ദൈവത്തിൻ്റെ കൃപയും കൂട്ടിച്ചേർത്താൽ പിന്നെ ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. അപ്പം അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ കഴിവുകൊണ്ട് നമുക്ക് നമ്മുടെയും കുറവുകൾ മാറ്റാൻ പറ്റില്ല. ദൈവത്തിൻ്റെ കൃപ അത് സ്വീകരിച്ചാൽ, അത് വിശ്വസിച്ചാൽ, അതിൽ ആശ്രയിച്ചാൽ, ആ കൃപയിൽ മുറുകെ പിടിച്ചാൽ കുറവുകൾ അനുഗ്രഹങ്ങളായിട്ട് മാറും, കുറവുകൾ നിറവുകളായിട്ട് മാറും. കുറവുകൾ ഒരിക്കലും മനുഷ്യനെ നശിപ്പിക്കുന്നില്ല, മറിച്ച് അവൻ ദൈവത്തിൽ ആശ്രയിച്ചില്ലെങ്കിൽ ആ കുറവുകൾ അവനെ അധോഗതിയിലേക്ക്, അധപ്പതനത്തിലേക്ക് കൊണ്ടുവന്നെത്തിക്കും. അപ്പോൾ കുറവുകളിൽ ദൈവത്തിൻ്റെ കരം കാണണം, കുറവുകളിൽ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ആഗ്രഹിക്കണം. അപ്പോൾ ഈശോ വിധിക്കരുത് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, നമുക്കാരെയും യഥാർത്ഥത്തിൽ വിധിക്കുവാൻ അധികാരമില്ല. മനുഷ്യർ വിധിച്ചാൽ തെറ്റിപ്പോകും. ആ ടീച്ചറിൻ്റെ ഉദാഹരണം പറഞ്ഞപ്പോഴും ഒരു വൈദികനെ സംബന്ധിച്ചിടത്തോളം, വൈദികനെ ഇടവക ജനങ്ങൾ വിലയിരുത്തി മറ്റൊരു ഇടവകയിലേക്ക് വൈദികൻ പോകുമ്പോൾ മുൻകൂട്ടി പറയുന്നതുമൊക്കെ വൃഥാവിലുള്ള വിലയിരുത്തലാണ്, വൃഥാവിലുള്ള വിധി പ്രസ്താവിക്കലാണ്. എന്നിട്ട് ഈശോ മറ്റൊരു കാര്യത്തോടെ പറയുന്നു, വിധിക്കപ്പെടാതിരിക്കാൻ നിങ്ങളും വിധിക്കരുത്. നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ തന്നെ നിങ്ങളും വിധിക്കപ്പെടും. അവിടുന്ന് പറയുന്നു, നിൻ്റെ കണ്ണിലൊരു തുലാം ഇരിക്കുന്നു, നീ എന്തിനാണ് മറ്റ് അയൽവക്കംകാരൻ്റെ കണ്ണിലുള്ള ആ കരട് നീ കാണുക? അത് നിൻ്റെ കണ്ണിലെ തുലാം അല്ലെങ്കിൽ വലിയ ഭാരം, ആ വലിയ കരടൊന്ന് എടുത്തു മാറ്റിക്കേ, അതിനുശേഷം നീ മറ്റുള്ളവൻ്റെ കരടെടുക്കാൻ നോക്കിക്കേ. നീ കരടെടുക്കാൻ നോക്കിയാലും കരട് മാറില്ല. ആദ്യം നിൻ്റെ കണ്ണിലാണ് വലിയ കുറവുകളുള്ളത്. അപ്പോൾ കുറവുകളുള്ള നമ്മൾ കുറവുകളിൽ അധികം വീഴാതിരിക്കുവാൻ നാവിനെ നിയന്ത്രിക്കണം. നാവ് നമ്മൾ ദുരുപയോഗിക്കരുത്. നാവിനെക്കുറിച്ച് വളരെ നമുക്കൊത്തിരി സഹായകമായ ഒരു തിരുവചനമുണ്ട്. പ്രഭാഷകൻ്റെ പുസ്തകം 28-ാം അധ്യായം 25-ാം തിരുവചനം. പ്രഭാഷകൻ 28:25. വാക്കുകൾ അളന്ന് തൂക്കി ഉപയോഗിക്കുക. വാക്കുകൾ അളന്ന് തൂക്കി ഉപയോഗിക്കുക. നിന്റെ വായ്ക്ക് വാതിലും പൂട്ടും വയ്ക്കുക. നിനക്ക് വേണ്ടി പതിയിരിക്കുന്നവരുടെ മുമ്പിൽ വന്ന് വീഴാതിരിക്കുവാൻ നാവ് കൊണ്ട് തെറ്റ് ചെയ്യാതിരിക്കുക. എത്ര മനോഹരമായ ദൈവവചനം! പ്രഭാഷകൻ്റെ പുസ്തകം 28-ാം അധ്യായം 25-ാം തിരുവചനം. നമ്മൾ ഈ ഒരു തിരുവചനം പ്രാവർത്തികമാക്കിയാൽ, ജീവിതത്തിൽ സ്വന്തമാക്കിയാൽ, പിന്നീട് നമുക്ക് പുറകോട്ട് നോക്കേണ്ട കാര്യം വരില്ല. അധികം തെറ്റ് ചെയ്യുവാൻ ഇടയാവില്ല. ദൈവത്തിൻ്റെ മകനും മകളുമായിട്ട് ഉയരുവാൻ ഇടയാകും. വചനം നമുക്കൊന്ന് ധ്യാനിക്കാം. വാക്കുകൾ അളന്ന് തൂക്കി ഉപയോഗിക്കുക. നമുക്കൊന്ന് പരിശ്രമിക്കാം. ഇന്നു മുതൽ നമ്മുടെ വാക്കുകൾ അത് ആരോട് പറഞ്ഞാലും, ചില മാതാക്കന്മാർ അധികാരം വെച്ച് കുഞ്ഞുങ്ങളോട് മോശം വാക്കുകൾ പറയും, വഴക്കുണ്ടാക്കും, അവരെ മണ്ടി, മടയൻ, അല്ലെങ്കിൽ കഴുത, അല്ലെങ്കിൽ കൊള്ളരുതാത്തവൻ, മറ്റവരെ നോക്കി കണ്ടുപിടിക്കുന്നത് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. ആ കുഞ്ഞ് ദൈവത്തിൻ്റേതാണ്, ഈ അപ്പൻ്റെ അമ്മയുടെ ഒന്നും അല്ല, ഈ അപ്പൻ്റെ അമ്മയുടെ അല്ല. നിങ്ങൾക്ക് സമ്മാനമായി ദൈവം ദാനമായിട്ട് തന്നതാണ് കുഞ്ഞുങ്ങൾ. കുഞ്ഞുങ്ങളെ ഇഷ്ടം പോലെ എന്തെങ്കിലും വിളിക്കുവാൻ നമുക്ക് അധികാരമൊന്നുമില്ല കേട്ടോ. ഈ കുഞ്ഞുങ്ങളോട് പോലും സ്നേഹമാണ്. അവർ ദൈവത്തിൻ്റെ പ്രതിച്ഛായയാണ്. ദൈവത്തിൻ്റെ ദൂതന്മാർ അവർക്ക് വേണ്ടി ദൈവസന്നിധിയിൽ വക്കാലത്തം പറയും. നമ്മൾ സുവിശേഷത്തിൽ പഠിക്കുന്നതല്ലേ. അപ്പം അതുകൊണ്ട് ഓരോ കുഞ്ഞുങ്ങളും ദൈവത്തിന് സ്വന്തമാണെങ്കിൽ നമുക്ക് സമ്മാനമായി ദൈവം തന്ന കുഞ്ഞുങ്ങളെ നമ്മൾ വിധിക്കരുത്, കുറ്റപ്പെടുത്തരുത്. ആ കുഞ്ഞുങ്ങൾക്ക് കുറവുണ്ടെങ്കിൽ കുറവ് മാറാൻ പ്രാർത്ഥിക്കുകയാണ് വേണ്ടിയത്. അതുകൊണ്ടാണ് പ്രഭാഷകൻ പറയുക, വാക്കുകൾ അളന്ന് തൂക്കി ഉപയോഗിക്കുക. വാക്കുകൾ അളന്ന് തൂക്കി ഉപയോഗിക്കുക. എന്ത് പറയണം, അതാരോടാണെങ്കിലും. ഒരു ശത്രുവിനോട് പോലും എന്ത് പറയണമെന്ന് പരിശുദ്ധാത്മാവിനോട് ചോദിച്ചാൽ പരിശുദ്ധാത്മാവ് നമുക്ക് പറയും. നീ ദുഷ്ടനോട് ചെറുത്തു നിൽക്കരുതേ, നീ ദുഷ്ടനെ ചെറുത്തു നിൽക്കരുതേ. ദുഷ്ടനെ ചെറുത്തു നിന്നാൽ അവൻ ദുഷ്ടത്തരം തന്നെ പറയുകയുള്ളൂ. നീയും അതിൽ പങ്കുചേരും, നീയും അതിൽ പങ്കാളിയാകും. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? ദുഷ്ടനോട് ചെറുത്തു നിൽക്കരുത് എന്ന് മനോഹരമായ തിരുവചനം. വാക്കുകൾ അളന്നു തൂക്കി ഉപയോഗിക്കുന്നവന് ദുഷ്ടൻ്റെ മുമ്പിൽ, നമുക്കെതിരെ നിൽക്കുന്ന ഒരു ശത്രുവിൻ്റെ മുമ്പിൽ നിശബ്ദനാകുവാൻ സാധിക്കും. അവനോട് കർത്താവ് പറയുന്ന പോലെ അതെ അതെ എന്നും അല്ല അല്ല എന്നൊന്ന് പറഞ്ഞു നോക്കിയേ. മറ്റേതൊരു ശത്രു ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും നമ്മളെന്ന പഴയ കാര്യങ്ങളെല്ലാം അങ്ങ് ചകഞ്ഞിടും. ഈ ഛർദ്ദിച്ചിടുന്നത് പോലെ നമ്മളങ്ങോട്ട് ചകഞ്ഞിടും. പണ്ട് നീ അങ്ങനെ ചെയ്തില്ലേ, എന്നെ ഇങ്ങനെ പറഞ്ഞില്ലേ, എനിക്കെതിരെ പരദോഷം പറഞ്ഞില്ലേ, എനിക്കെതിരെ കേസ് കൊടുത്തില്ലേ
എനിക്കെതിരെ വികാരിച്ചുകൊണ്ടെന്ന് പറഞ്ഞില്ലേ, എനിക്കെതിരെ സംസാരിച്ച് നടന്നില്ലേ, ഇതെല്ലാം നമ്മൾ അയവിറക്കും. അത് തിന്മകൾ വർദ്ധിക്കും, ശത്രുത വർദ്ധിക്കും, കോപം വർദ്ധിപ്പിക്കും, പക കൂട്ടും, നമുക്ക് സ്വസ്ഥത കിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആരോടാണെങ്കിലും വാക്കുകൾ അളന്ന് തൂക്കി ഉപയോഗിക്കണം. ഇന്ന് മുതലൊന്ന് പഠിച്ചു നോക്കിയേ. നിങ്ങളുടെ വാക്കുകൾ, നമ്മുടെ വാക്കുകൾ, എല്ലാവരുടെയും വാക്കുകൾ നല്ല വാക്കുകളായി പരിണമിപ്പിച്ചാൽ അത് ദൈവസന്നിധിയിൽ വിലയുള്ളതായി തീരും. സൽ കാര്യങ്ങൾ മാത്രം സംസാരിക്കുന്ന നാവായി നമ്മുടെ നാവ് മാറും. വാക്കുകൾ അളന്നു തൂക്കി ഉപയോഗിക്കാൻ പഠിച്ചാൽ തന്നെ ഒരു വ്യക്തി ജീവിതത്തിൽ വിജയം വരിച്ചു. തുടർന്ന് വചനം പറയുന്നു, വായ്ക്ക് വാതിലും പൂട്ടും വയ്ക്കുക. ഒരുപക്ഷെ പ്രതീകാത്മകമായിട്ടാണ് പറഞ്ഞിരിക്കുക, ശരിയാണ്. വായ്ക്ക് വാതിലും പൂട്ടും വയ്ക്കുക. വായ എപ്പോഴും തുറന്നാണല്ലോ ഇരിക്കുന്നത്. നമ്മൾ ഉറക്കത്തിൽ പോലും ചിലപ്പോൾ വാ തുറന്നു പോകും. ആ സമയത്ത് നമ്മൾ നമ്മുടെ വായ്ക്ക് വാതിലും പൂട്ടും വെച്ചാൽ നമുക്ക് വലിയ തിന്മ ഒഴിവാക്കാൻ സാധിക്കും. നിന്റെ മുമ്പിൽ പതിയിരിക്കുന്നവരുടെ മുമ്പിൽ വന്ന് നീ വീഴാതിരിക്കുവാൻ, ആര് നിന്നെ ശത്രുവാട് കരുതിയാലും അവരുടെ മുമ്പിൽ നിന്ന് വീഴാതിരിക്കുവാൻ വാക്കുകളിൽ തെറ്റുവരുത്താതെ ജീവിക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല ഈശോയെ, അങ്ങ് തിരുവചനത്തിലൂടെ അരുളി ചെയ്തു, ആരെയും വിധിക്കരുത്, വിധിയാൽ തന്നെ നീയും വിധിക്കപ്പെടും. അതുകൊണ്ട് ഈശോയെ, പ്രഭാഷകൻ പറഞ്ഞതുപോലെ വാക്കുകൾ അളന്നു നോക്കി ഉപയോഗിക്കുവാനും ഞങ്ങളുടെ വായ്ക്ക് വാതിലും പൂട്ടും വയ്ക്കുവാനും ഞങ്ങൾ അങ്ങനെ ഞങ്ങൾക്ക് വേണ്ടി പതിയിരിക്കുന്നതിന് മുമ്പിൽ പരാജിതരാകാതെ വിജയശ്രീയിൽ ആളുതലാകുവാനും ഈ അഭിഷേക ശുശ്രൂഷ സഹായമായി തീരട്ടെ. പ്രത്യേകിച്ച് ഞങ്ങൾ ദീപികാന ആരാധനയിലേക്ക് കടക്കുമ്പോൾ ഞങ്ങളുടെ നാവിനെ അങ്ങയുടെ നാമത്തിൽ ഒരു കടിഞ്ഞാണിട്ട് ആ നാവിനെ വിശുദ്ധീകരിക്കണമേ. ആശീർവദിക്കുന്ന ഈ കൈനീട്ടി ഞങ്ങളെ ആശീർവദിക്കണമേ. കർത്താവ് യേശുമിശിഹായുടെ കൃപയും പിതാവായി ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നമ്മുടെ എല്ലാ നിയോഗങ്ങളോടും നാവിൻ്റെ നിയന്ത്രണത്തോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനുമെന്റെ സർവസ്വവും മുൻപിലണച്ച് കുമ്പിടുന്നു. ജീവനുമെന്റെ സർവസ്വവും മുൻപിലണച്ച് കുമ്പിടുന്നു. ഓ ദീപികാരൻ ഈശോയെ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചു, നിങ്ങൾ ആരെയും വിധിക്കരുത്. വിധി എനിക്ക് അവകാശപ്പെട്ടതാണ്. ഞാൻ പോലും ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങളെ വിധിക്കുന്നില്ലല്ലോ. മനുഷ്യനായി നിങ്ങൾ വിധിച്ചാൽ തെറ്റിപ്പോകും മക്കളെ. അതുകൊണ്ട് നിങ്ങൾ മറ്റുള്ളവർക്ക് മുമ്പിൽ വിധി പ്രസ്താവിക്കരുത്. പ്രഭാഷകനിലൂടെ ദീപികാരൻ്റെ നാഥ അങ്ങ് അരുളി ചെയ്തല്ലോ, വാക്കുകൾ അളന്ന് തൂക്കി ഉപയോഗിക്കണമെന്ന്. കർത്താവേ, പലപ്പോഴും ഞങ്ങൾക്കത് പറ്റുന്നില്ല. ബലഹീനരായ ഞങ്ങൾ ചുമ്മാ തെരുതെരെ മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും പറഞ്ഞ് മറ്റുള്ളവരുടെ ബലഹീനതകൾ ചൂണ്ടിക്കാട്ടി ഞങ്ങളെ തന്നെ പാപത്തിന് അടിമപ്പെടുത്തുന്നു. ഞങ്ങൾക്കൊരു ആത്മനിയന്ത്രണം അങ്ങ് നൽകണമേ. കർത്താവ് പറഞ്ഞല്ലോ, മക്കളെ, നിങ്ങൾ ഒത്തിരി സംസാരിക്കരുത്. നിങ്ങളുടെ വാക്കുകൾ അതെ അതെ എന്നും അല്ല അല്ല എന്നും മാത്രമായിരിക്കട്ടെ. ബാക്കിയുള്ളതെല്ലാം തിന്മയിൽ നിന്നാണ്, ദുഷ്ടനിൽ നിന്നാണ്, പിശാചിൽ നിന്നാണ് വരുന്നതെന്ന്. അതുകൊണ്ട് ഈശോയെ, ഞങ്ങളുടെ നാവിന് കടിഞ്ഞാണിടുവാൻ ഞങ്ങൾക്ക് തന്നെ സാധ്യമല്ല. അങ്ങയുടെ ദൈവികാരുണ്യത്തിന്റെ ശക്തി ഞങ്ങളെ ഇതിനെ സഹായിക്കും. അങ്ങയുടെ പരിശുദ്ധാത്മാവിന്റെ നിറവ് അതിന് ഞങ്ങളെ സഹായിക്കും. വാക്കുകൾ അളന്ന് തൂക്കി ഉപയോഗിക്കുമ്പോൾ തെറ്റുപറ്റില്ലല്ലോ ഈശോയെ. അങ്ങയുടെ സാന്നിധ്യം അനുസ്മരിച്ചാൽ ഞങ്ങൾക്ക് അനാവശ്യമായതൊന്നും പറയാൻ പറ്റില്ലല്ലോ ഈശോയെ. അങ്ങയുടെ സ്നേഹം അനുഭവിച്ചു തുടങ്ങിയാൽ പിന്നെ ഞങ്ങൾ അന്യരെ വൃഥാവിൽ കുറ്റം വിധിക്കുകയില്ലല്ലോ ഈശോയെ. അങ്ങ് ഞങ്ങളോട് പറഞ്ഞല്ലോ, ഞങ്ങളുടെ വായ്ക്ക് ഞങ്ങൾ തന്നെ വാതിലും പൂട്ടും വയ്ക്കണമെന്ന്. ഞങ്ങളുടെ വാതിലും പൂട്ടും വെച്ച് അടച്ചാൽ പിന്നെ പാപം ചെയ്യുവാൻ
സാധിക്കില്ലല്ലോ ഈശോയെ. അതുകൊണ്ട് അങ്ങയുടെ പ്രബോധനം, വചനം എത്ര നിലനിൽക്കുന്നതാണ് ഈശോയെ. അതുപോലെ ഞങ്ങളുടെ ശത്രുക്കളുടെ മുമ്പിൽ ഞങ്ങൾ വഴിതെറ്റിപ്പോകാതിരിക്കുവാൻ, പതിയിരിക്കുന്ന ശത്രുക്കളുടെ മുമ്പിൽ ഞങ്ങൾ പരാജയപ്പെട്ടു പോകാതിരിക്കുവാൻ അങ്ങ് ഞങ്ങൾക്ക് ഉപദേശം തന്നല്ലോ. വാക്കുവഴി, നാവ് വഴി തെറ്റ് ചെയ്യാതിരിക്കുവാൻ. നാവ് കൊണ്ടൊന്നും പറയുന്നില്ലെങ്കിൽ ഞങ്ങളുടെ ശത്രുക്കൾക്ക് പോലും ഞങ്ങളെ അപകീർത്തിപ്പെടുത്തുവാൻ, ഞങ്ങൾക്കെതിരെ എന്തെങ്കിലും പറയുവാനാവില്ലല്ലോ. അതുകൊണ്ട് നാഥ, വിശുദ്ധീകരണത്തിന് അങ്ങ് തന്നിരിക്കുന്ന ജീവന്റെ വഴിയായ ദൈവവചനം അത് ഞങ്ങൾ പ്രാവർത്തികമാക്കുവാൻ ഈ ആരാധനയെ സംബന്ധിക്കുന്ന ലക്ഷക്കണക്കിന് മക്കളെ അനുഗ്രഹിക്കണമേ. ആര് നിലവിളിയോടെ അപേക്ഷിക്കുമോ അവരുടെ നാവിന് അങ്ങ് ശക്തി കൊടുക്കണമേ. അങ്ങയുടെ പരിശുദ്ധാരിയുടെ കൃപയാൽ ആ മക്കൾ ദൈവപദവിയിലേക്ക്, വിശുദ്ധിയിലേക്ക്, നന്മയിലേക്ക് ഉയരട്ടെ. ഓ ദിവ്യകാരുണ്യമേ, ഞങ്ങളെ അങ്ങയുടെ സ്വന്തമാക്കി വിശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ സ്വന്തമാക്കി അങ്ങ് രൂപപ്പെടുത്തണമേ. ഞങ്ങളുടെ സ്വന്തമാക്കി അങ്ങ് നയിക്കണമേ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഭക്തിയോടും കൂടെ നിന്ന് കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഞങ്ങളുടെ മാതാവായ തിരുസഭയെ സംരക്ഷിക്കണമെന്നും വിവിധ രാജ്യങ്ങളിൽ മർദ്ദനമനുഭവിക്കുന്ന സഹോദരരെ ആശ്വസിപ്പിക്കണമെന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. തിരുസഭയുടെ ദിവനായ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയും സഭയുടെ തലവനും പിതാവുമായ മേജർ ആർച്ച് ബിഷപ്പ്മാർ ജോർജ് മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടിയും അതിരൂപതാധ്യക്ഷനായ യോസേഫ് മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടിയും അവരുടെ സഹപ്രവർത്തകർക്ക് വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഞങ്ങളുടെ നാടിനെയും നഗരത്തെയും ഞങ്ങളുടെ അതിരൂപതയെയും ഇടവകയെയും ഇതിലെല്ലാ സ്ഥാപനങ്ങളെയും കുടുംബങ്ങളെയും പ്രത്യേകിച്ച് വിവിധ നിയോഗങ്ങൾ ആഗ്രഹങ്ങളുമായി ആരാധനയെ സമീപിക്കുന്ന എല്ലാ മക്കളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. വിശുദ്ധരായ വൈദികരെയും തീഷ്ണതയുള്ള സന്യാസിനെയും സന്യാസികളെയും ചൈതന്യം നിറഞ്ഞ ആത്മായ പ്രേക്ഷിതരെയും തിരുസഭയ്ക്ക് പ്രദാനം ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. രോഗികൾക്ക് സുഖവും ആസന്നമനർക്ക് സമാധാനവും ശുദ്ധിനസ്ഥിതിയിലെ ആത്മാക്കൾക്ക് മോചനവും നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കുടുംബങ്ങളിൽ സമാധാനം പുലർത്തണമെന്നും യുവതീവാക്കന്മാരെ വിശുദ്ധരായി പരിപാലിക്കണമെന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പ്രാർത്ഥിക്കാം. ലോകാവസാനം വരെ മനുഷ്യരുടെ ജീവിക്കുവാൻ വേണ്ടി പരിശുദ്ധ കുർബാന സ്ഥാപിച്ച പരമകാർണികനായ കർത്താവേ, ഈ ബലിപീഠത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന അങ്ങേ ഞങ്ങൾ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. അങ്ങ് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ അങ്ങയോട് നന്ദി പറയുന്നു. പാവങ്ങളെക്കുറിച്ച് പശ്ചാത്തപിക്കുവാനും അവയ്ക്ക് പരിഹാരം ചെയ്യുവാനും ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധ കുർബാന എഴുന്നള്ളിയിരിക്കുന്ന യേശോ, കാരുണ്യപൂർവ്വം ഞങ്ങളെ ആശീർവദിക്കണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. സ്വർഗ്ഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമൊരപ്പം നീ, മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ, നിത്യമഹോന്നതമപ്പം നീ. മാനവരെ മോനമോടെ നാഥനെ വാഴ്ത്തി പാടിടുവിൻ, ദൈവത്തിൻ പരിപാവനമാ സന്നിധി ചേർന്നു വണങ്ങിടുവിൻ, സന്നിധി ചേർന്നു വണങ്ങിടുവിൻ. സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമൊരപ്പം നീ, മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ, നിത്യമഹോന്നതമപ്പം നീ. പരിശുദ്ധ ശരീരത്താലും
വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാനുവേ കടാക്ഷം തൂഗണമേ വത്സല സുതരേ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരം. സ്വർഗീയ പാതയമായ നഗരാരിൽ തിരുവോസ്തിയായി വന്നു നീ. സ്വർഗീയ പാതയമായ നഗരാരിൽ തിരുവോസ്തിയായി വന്നു നീ. നിരന്തരമെൻ്റെ ഹൃദയത്തിനുള്ളിൽ